ഇന്ന് നമുക്ക് റവയും ആപ്പിളും വെച്ചിട്ടുള്ള ഒരു പോറജ് എന്ന് വെച്ചാൽ കുറുക്കുണ്ടാക്കാം. അതിന് വേണ്ടി ഫസ്റ്റ് ഒരു ആപ്പിൾ മുഴുവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞിട്ട് നന്നായി അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വരുന്ന സീഡ്സൊക്കെ റിമൂവ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി എടുത്തിട്ട് അത് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനൊരു പാൻ എടുക്കുകയാണ്. പാൻ എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കുട്ടികൾക്ക് നല്ലതാണ്, എസ്പെഷ്യലി 6 months കഴിഞ്ഞ് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ റവ അതിലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ റവ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവരുത്. അപ്പോൾ ജസ്റ്റ് അത് ചെയ്തിട്ടിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് പോരാ കേട്ടോ. ഫസ്റ്റ് ഞാൻ 2 കപ്പ് ഇട്ടു, വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് റവയുടെ ആ ഒരു എന്ന് വെച്ചാൽ നല്ല കുറുകി കിട്ടണം, എന്നാൽ നന്നായി വെന്തും കിട്ടണ രീതിയിൽ റവ നല്ലോണം അതിലിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വെവണം കേട്ടോ റവ. സ്പെഷ്യലി കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുക്കില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുള്ളൂ. നല്ലൊരു 8-9 monthsനൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ഒന്ന് നല്ലോണം വെന്തിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് നല്ലോണം വെവണ വരെ നന്നായി ഇളക്കി കൊടുക്കുക. അത് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങും ചെയ്യും. ആ സമയമാകുമ്പോൾ നമ്മൾ ഈ അടിച്ചു വെച്ച ആപ്പിൾ ഉണ്ടല്ലോ അത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. അഗെയിൻ അത് ഇച്ചിരി കട്ടിയാക്കുക. പിന്നെ നിങ്ങൾ കുറച്ചും കൂടി 1 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കട്ടിയിൽ ഒന്നുകൂടി കട്ടിയാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞുണ്ണിക്കാണ് കൊടുത്തിരുന്നത്, ഒരു 9 months ആയിട്ടുള്ള സമയത്താണ് അത്. അപ്പോൾ അത് ആ സമയത്താകുമ്പോൾ നമുക്ക് അധികം അങ്ങനെ ടൈറ്റാക്കി ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഇച്ചിരി ലൂസാക്കിയിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഈ ഒരു പരിവായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബേബി ഒന്നും കൂടി ഓൾഡർ ആണെങ്കിൽ ഒന്നുകൂടി ഇച്ചിരി കൂടി കട്ടിയിൽ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി വരുന്നത്. ഉണ്ണിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതേപോലത്തെ ഇനി വീഡിയോസ് കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.